ഹായ് മക്കളെ, എഡ്യൂപോർട്ടിന്റെ +1 +2 നീറ്റ് ജെഇ ടാലന്റ് ഹണ്ട് എക്സാമിലേക്ക് ഇത്തവണ എക്സാമിന് രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് എഡ്യൂപോർട്ട് ആപ്പ് ത്രൂ ഈ എക്സാം അറ്റൻഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. സ്റ്റെപ്പ് നമ്പർ 1, എഡ്യൂപോർട്ട് ആപ്പ് നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്തു നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഹോം പേജിൽ എഡ്യൂപോർട്ട് ആപ്പ് നിങ്ങൾക്ക് ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ആണെങ്കിലും iOS ഡിവൈസസ് ആണെങ്കിലും ഇതുപോലെ ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ ഒക്കെ ചോദിക്കും ആൻഡ് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അത് നിങ്ങൾ ഫില്ല് ചെയ്യാം. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഏതൊരു ആപ്പിൽ ചെയ്യുന്ന പോലെ ചെയ്യാം. രണ്ടാമത് നിങ്ങൾ എക്സാം എഴുതുന്നതിന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പുവരുത്തുക. അതായത് റേഞ്ച് ഉള്ള സ്ഥലത്ത് വേണം നിങ്ങൾ എക്സാം എഴുതാൻ നിൽക്കാൻ. വളരെ റേഞ്ച് കുറഞ്ഞ സ്ഥലത്തോ അല്ലെങ്കിൽ ഇടയ്ക്ക് നെറ്റ് കട്ടാവുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് വേണ്ടത്. നിങ്ങൾക്ക് 1 മണിക്കൂറാണ് എക്സാമിന്റെ ടൈം ഉണ്ടാവുക. അപ്പോൾ അത്രയും സമയം ഇന്റർനെറ്റ് ലഭ്യത നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് വൈഫൈ ആയാലും മൊബൈൽ ഡാറ്റ ആയാലും അത് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കടമയാണ്. ഇനി നിങ്ങൾ ആപ്പ് ലോഗിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഹോം പേജിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളുടെ ബാച്ച് കാണാം. ചിലപ്പോൾ നിങ്ങളിപ്പോൾ നിലവിൽ വേറെ ഏതെങ്കിലും ബാച്ചിലായിരിക്കും ഉണ്ടാവുക. എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് മാറ്റാൻ പറ്റും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ലോഡായി വരും. അപ്പോൾ ആ ലോഡായതിൽ നിങ്ങളിതാ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് എക്സാം എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. അപ്പോൾ അതിൻ്റെ അവിടെ ഡ്രോപ്പ് ഡൗൺ നിൽക്കി കഴിഞ്ഞാൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ടാലന്റ് ഹണ്ട്. അതങ്ങ് നിൽക്കുക. അപ്പോൾ നിൽക്കിയാൽ നിങ്ങളെ കോഴ്സ് സ്വിച്ചായി. അപ്പോൾ നിങ്ങൾ മുകളിൽ നോക്കിയാൽ ടാലന്റ് ഹണ്ടാണ് ഇപ്പോൾ നിലവിലെ കോഴ്സ്. ഇനി ഇതിപ്പോൾ ഞാൻ iOS ഡിവൈസിലാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ UI മാറ്റങ്ങൾ ആൻഡ്രോയിഡിലും ഉണ്ടാവും. താഴെ നിങ്ങൾക്ക് എക്സാം എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം. താഴെ എക്സാം എന്ന് പറഞ്ഞ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ലോഡായി വരും. അപ്പോൾ ഇത് iOS ഡിവൈസിന്റെ ഒരു ഇന്റർഫേസ് ആണ്. ഐപാഡ് ആയതുകൊണ്ട്, ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ഇതേ പ്രോസസ് തന്നെയാണ്, പക്ഷേ ഡിസൈൻ ഒന്ന് മാറും. കണ്ട് നിങ്ങൾ പേടിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കും മോസ്റ്റ് പ്രോബ്ലി നിങ്ങളെ ഡിവൈസ് ലോഡ് ആവുക. അവിടെ എംപ്റ്റി ആയിരിക്കും. കാരണം ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യുക 21-ാം തീയതി 7 മണി തൊട്ട് വൈകിട്ട് 7 മണി തൊട്ട് വരെ ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അത് കാണില്ല. എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അപ്കമിങ് സെക്ഷനിലായിരിക്കും കേട്ടോ. 7 മണിയായാൽ അത് ഓട്ടോമാറ്റിക്കലി ഈ കറണ്ട് എക്സാം എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അപ്കമിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 5 ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾ ഏതാ ചൂസ് ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ച് വേണം അവിടെ കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് +1 വരുന്നത്. അതായത് ഇത്തവണ +1 പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക, SSLC ഇംഗ്ലീഷ് മീഡിയം EM, അതേപോലെ SSLC മലയാളം മീഡിയം എന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത്തവണ SSLC കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റിംഗ് ആണ്. +1ലേക്കുള്ള നീറ്റ് ജെഇ സ്റ്റുഡൻസ് ചൂസ് ചെയ്യേണ്ടത് ഏതാണ്? SSLC EM അല്ലെങ്കിൽ SSLC MM. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ EM, മലയാളം മീഡിയം ആണെങ്കിൽ MM. ഇനി ഇത്തവണ നിങ്ങൾ +1 നിന്ന് +2ലേക്കുള്ള കുട്ടികളാണ്, +1 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കണ്ടല്ലോ, നീറ്റ് ഫോർ +1 2025-26 ബാച്ച്. ഇനി നിങ്ങൾ ജെഇ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജെഇ ഫോർ +1 2025-26 ബാച്ച്. ഇത് നിങ്ങൾ മാറിപ്പോകരുത്. ഇത് നിങ്ങൾ CBSE സ്റ്റുഡൻ്റ് ആണെങ്കിൽ, CBSE ക്ലാസ് 10 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ ക്ലാസ് 10 CBSE ഫോർ ക്ലാസ് 10 2025-26 ബാച്ച്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ എക്സാം ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ലോക്കാണ്. അപ്പോൾ എക്സാമിന് പറഞ്ഞ പോലെ 21-ന് 7 മണിയാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ 7 മണിക്ക് ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ കറസ്പോണ്ടിങ് കോഴ്സ് ക്ലിക്ക് ചെയ്യുന്നു, സ്റ്റാർട്ട് എക്സാം കൊടുക്കുന്നു ആൻഡ് 1 മണിക്കൂർ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും. ആ 1 മണിക്കൂർ കണ്ടിന്യൂസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം അറ്റൻഡ് ചെയ്യണം. 7 മണി തുടങ്ങിയിട്ട് 8 മണി വരെയുള്ള സമയത്തിൽ ഏത് ടൈമിൽ വേണം നിങ്ങൾക്ക് എക്സാം എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത മൊമെന്റ് തൊട്ടിട്ട് എന്താണ്? 1 മണിക്കൂർ നിങ്ങൾക്ക് എക്സാമിന് ടൈം ഉണ്ടാവുള്ളൂ. ഒരിക്കൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഇടയ്ക്ക് നിങ്ങൾ നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് കണക്ട് ചെയ്യുക. ടെക്നിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? സോൾവ് ചെയ്തു കേട്ടോ. ഇനി എക്സാം ഓട്ടോമാറ്റിക്കലി ആ ടൈം കഴിഞ്ഞാൽ എൻഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. എന്ത് പ്രശ്നമെങ്കിലും നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഹെൽപ്പ് ഡെസ്ക് നമ്പർ നമ്മുടെ ഈ മെസ്സേജിൻ്റെ കൂടെ ഞാൻ വെക്കാം. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം നന്നായിട്ട് ചെയ്താൽ ടെൻഷൻ അടിക്കരുത്.